ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പാരിസൺ പഠിച്ചു. രണ്ട് ഫ്രാക്ഷൻസും കമ്പയർ ചെയ്യാനും പിന്നെ അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടില് ഒരു കേക്ക് വാങ്ങി. എന്ത് വാങ്ങി? ഒരു കേക്ക് വാങ്ങി, നല്ല ക്രീം കേക്ക്. എത്ര പാർട്സ് ആക്കിയത്? ആദ്യം 2 പാർട്സ് ആക്കി, 4 ആക്കി, 6 ആക്കി, 8 പാർട്സ് ആക്കി. 8 പാർട്സ് ആക്കി. അതില് 8 പാർട്സ് ആക്കിയതിൽ എത്ര പാർട്സ് നിങ്ങൾ കഴിച്ചു? 2 പാർട്സ് നിങ്ങൾ കഴിച്ചു. എട്ട് പാർട്സ് ആക്കിയതിൽ നിങ്ങൾക്ക് കേക്കൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് 2 പാർട്സ് നിങ്ങൾ കഴിച്ചു. എത്ര പാർട്സ് കഴിച്ചു? 8ൽ 2, 2/8. ഇനി നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരോ ആയിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ, നിങ്ങളുടെ എൽഡർ സിബ്ലിംഗ് 3 പാർട്സ് കഴിച്ചു. നിങ്ങൾക്ക് 2 എണ്ണം കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. നിങ്ങളുടെ ചേച്ചിക്ക് 3 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കഴിച്ചു. 8 ഭാഗമാക്കിയതിൽ എത്ര ഭാഗം കഴിച്ചു? 3 ഭാഗം കഴിച്ചു. നിങ്ങൾ എത്ര എണ്ണം കഴിച്ചു? 2 ഭാഗം കഴിച്ചു. 3/8. അപ്പൊ ടോട്ടൽ എത്ര പാർട്സ് ആണ് നിങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചേ? 8 ഭാഗമാക്കിയതിൽ ടോട്ടൽ എത്ര പാർട്സാ കഴിച്ചേ? 1, 2, 3, 4, 5. 8 പാർട്സ് ആക്കിയതിൽ 5 പാർട്സ് ആണ് നിങ്ങൾ കഴിച്ചേ. അപ്പൊ 2/8 പ്ലസ് 3/8 ഈസ് ഈക്വൽ ടു 5/8. 2/8 plus 3/8 is equal to 5/8. 2 പാർട്സ് നിങ്ങൾ കഴിച്ചു, 3 പാർട്സ് ചേച്ചിയും കഴിച്ചു. അപ്പൊ ടോട്ടൽ 5 പാർട്സ്. 8 പാർട്സ് ആക്കിയതിൽ 5 പാർട്സ് കഴിച്ചു. അതായത് 2/8 plus 3/8 is equal to 5/8. 5/8. ഇവിടെ എങ്ങനെയാ നമുക്ക് 5/8 കിട്ടിയേ? ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പാർട്സിന്റെ എണ്ണം എടുത്താൽ മതി 5/8 കിട്ടാൻ വേണ്ടി. നോർമലി നിങ്ങളോട് 2/8ഉം പ്ലസ് 5/8 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഡിനോമിനേറ്റർ അതേപോലെ തന്നെ 8 തന്നെ എഴുതാ. ന്യൂമറേറ്റേഴ്സ് രണ്ടും ആഡ് ചെയ്യുക. 2 plus 3 is equal to 5/8. അതായത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ, ആഡ് ചെയ്യാനുള്ള ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, ഡിനോമിനേറ്റർ സെയിം ആയ ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് പറയും? വിച്ച് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആർ ദ? ലൈക്ക് ഫ്രാക്ഷൻസ്. നമുക്ക് ആഡ് ചെയ്യേണ്ട ഫ്രാക്ഷൻസ് ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ ഒരു പുതിയ പേജ് എടുത്തതിന് ശേഷം അതിന് ഏറ്റവും മേലെ ടോപ്പിക് ആയിട്ട് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് എഴുതാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് എഴുതാം. മെയിൻ ഹെഡിങ് ആയിട്ട് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. നെക്സ്റ്റ് സബ് ഹെഡിങ് പോലെ എഴുതാം
addition of like fractions. Addition of like fractions. To add two like fractions, add the numerators and write the same denominator. To add two like fractions, add the numerators and write the same denominator. ഇതൊന്ന് എഴുതി വെച്ച് എന്നിട്ട് addition of like fractions. എന്നിട്ടൊരു എക്സാമ്പിൾ എഴുതാം. 5/10 plus 3/10 is equal to 5 plus 3/10 is equal to 8/10. ഈ എക്സാമ്പിളും എഴുതി വെക്കാം. Five by 10 plus 3/10 is equal to 5 plus 3/10. Denominator അത് തന്നെ എഴുതാ, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാ. Then we get the answer 8/10. എഴുതിയോ? എഴുതിയോ? അപ്പൊ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതുക. രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ, അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ? ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെയാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയാം. അപ്പൊ രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 116 പേജ് നമ്പർ 116 ഒരു എക്സാമ്പിൾ അഡീഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ, 2/3 and 1/4. Add 2/3 and 1/4. 2/3 ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിളിനെ 3 പാർട്സ് ആക്കിയതിൽ 2 പാർട്സ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് 1/4 അതേപോലെ പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2/3 എന്നുള്ളത് ആ 3 പാർട്സ് ആക്കിയതിനെ നമ്മൾ 12 പാർട്സ് ആക്കി മാറ്റുന്നു. എന്തിനാ 12 പാർട്സ് ആക്കി മാറ്റുന്നത്? എന്തിനാ 12 പാർട്സ് ആക്കി മാറ്റുന്നത്? അതേപോലെ 1/4 എന്നുള്ളതില് ആ 1/4 എന്നുള്ള പിക്ചറിനെ നമ്മൾ 12 പാർട്സ് ആക്കി മാറ്റുന്നു. എന്തിനാ അങ്ങനെ 12 പാർട്സ് ആക്കി മാറ്റുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്തിനാ ഈ 2/3നെയും 1/4നെയും ആ 3 പാർട്സിനെയും 4 പാർട്സിനെയും 12 പാർട്സ് ആക്കി മാറ്റിയേ?
അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 12 പാർട്സ് ആക്കുന്നത്. എന്താ 3ഉം 4ഉം 12ഉം തമ്മിലുള്ള എന്തെങ്കിലും ഒരു റിലേഷൻ നിങ്ങൾക്കറിയോ? 3, 4 and 12 എന്താ ജോസി? 4 divided by 3 12. 4 divided by 3 അല്ല 3 divided by 4. 3 divided by 4 ഉദ്ദേശം എന്താന്ന് മനസ്സിലായി? എന്താ ഹന്ന? 3 into 4 12. 3 into 4 12 ആണ്. മുഹമ്മദിന് എന്തോ ഡൗട്ട് ഉണ്ട്. എന്താ മുഹമ്മദേ? 3 into 4 അതന്നെ ജോസി ഉദ്ദേശിച്ചത്. 3 into 4 12 ആണ് അല്ലെ? അതന്നെയല്ലേ ജോസി ഉദ്ദേശിച്ചത്? എല്ലാ ദിവസവും അന്നല്ലേ പറയുന്നേ. ഓ, ഞാനിവിടെ മുഹമ്മദ് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ. ഓക്കെ, റിവൈസിന് എന്താ ഡൗട്ട്? റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. റെക്കോർഡിംഗ് അല്ലല്ലോ കാണിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. ഞാനിവിടെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണോ നോക്കുന്നേ? ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അൺലൈക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കിയാൽ എന്ന് വെച്ചാൽ എങ്ങനെ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയാൽ ആഡ് ചെയ്യാൻ ഈസിയാണ് അല്ലെ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വന്നാൽ അതിന്റെ ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പ്രോസസ് അവിടെ ചെയ്യും. രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM കണ്ടുപിടിക്കും. എന്താ LCM? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്റേഴ്സിലും ചേഞ്ച് വരുത്തി അതിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റും. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റിയതിന് ശേഷം ആഡ് ചെയ്യും. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റിയാൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇവിടെ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാ? ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഏതൊക്കെയാ? 2/3 1/4. 2/3 1/4. ഈ 2/3 1/4 അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് വേറെ വേറെ. ഒന്നിന്റെ 3ഉം ഒന്നിന്റെ 4ഉം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3ന്റെയും 4ന്റെയും LCM കണ്ടുപിടിക്കാം. 3ന്റെയും 4ന്റെയും LCM എത്രയാ? 3, 4, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 2. 2 into 3 into 2. 2 into 3 6. 3 into 2 2 into 3 6. 6 into 2 12. 12 ആണ് 3ന്റെയും 4ന്റെയും LCM. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് രണ്ട് ഫ്രാക്ഷന്റെയും LCM 12 ആക്കി എഴുതാം. LCM 12 ആക്കി എഴുതാം. ഇപ്പൊ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് പോലെയായി. രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് 12 ആക്കി എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷനില് 3 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. ഈ 3 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 12 ആവാൻ വേണ്ടി നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 3 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 12 ആവാൻ വേണ്ടി നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 4 ആണ് 12. 3 into 4 ആണ് 12. ഈ 12 എന്താ ശരിക്കും? ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സിന്റെയും LCM ആണ് 12. 3 into 4 ആണ് 12. അപ്പൊ നമ്മൾ ഫ്രാക്ഷൻസ് ആദ്യം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എവിടെ ചെയ്യുമ്പോഴും ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഡിനോമിനേറ്ററിനെ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്റർ നമ്മൾ 12 ആണ് എഴുതിയത്. 12 എന്തുകൊണ്ടാണ് 12 എഴുതിയേ? നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ രണ്ട് ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റേഴ്സിന്റെ LCM ആണ് 12. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഫ്രാക്ഷനിൽ 12 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയത്. ആ 12 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുമ്പോൾ ആ 12 കിട്ടാൻ വേണ്ടി ആദ്യത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയ 3യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പൊ നമ്മള് ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 2 into 4 8. 8 by 12 ആണ്. വാല്യൂ മാറാതെ നമ്മള് 2 by 3നെ 8 by 12 എന്ന് എഴുതി. അതേപോലെ തന്നെ രണ്ടാമത്തെ ഫ്രാക്ഷൻ 1 by 4. 1 by 4നെ നമ്മൾ ഡിനോമിനേറ്റർ 12 ആക്കി മാറ്റി എഴുതുന്നു. 1 by 4നെ ഡിനോമിനേറ്റർ 12 ആക്കി മാറ്റി എഴുതുമ്പോൾ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുക. അതേപോലെ തന്നെ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1നെയും നമ്മൾ എന്ത് ചെയ്യണം? അതായത് ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 3 എത്ര കിട്ടും? 3 by 12. അതായത് 1 by 4 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമ്മൾ വാല്യൂ മാറാതെ വാല്യൂ ചേഞ്ച് വരാതെ 3 by 12 എന്ന് എഴുതി. ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻസും എങ്ങനെയായി? സെയിം ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് ആയി. ഇനി തമ്മിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. 8 by 12 plus 3 by 12 equal to 8 plus 3 by 12 is equal to 11 by 12. 11 by 12 ആണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. ഇത് എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായവരെന്ന് കൈവന്ന് വെച്ചാൽ ഇപ്പൊ ആഡ് ചെയ്തത് രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് മനസ്സിലായവര്? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ, പക്ഷെ ചെയ്തു വരുമ്പോൾ നല്ല ഈസി ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പേജ് നമ്പർ 117. പേജ് നമ്പർ 117 എക്സൈസ് 6.2. എക്സൈസ് 6.2 അതില് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ ടിക്ക് ചെയ്ത് വെക്കുക. അത് മാത്രം ഹോംവർക്ക് ചെയ്താൽ മതി. 2, 3, 5, 6, 10 5 ഒന്നുകൂടി പറയാം. 2, 3, 5, 6, 10 9 കൂടി ഉണ്ടേ. 2, 3, 5, 6, 9, 10. രണ്ടാമത്തത്, മൂന്നാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഒമ്പതാമത്തത്, പത്താമത്തത്. ഈ 6 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഹോംവർക്ക് ഇന്ന് കറക്റ്റ് 8 മണിക്ക് മുന്നേ തന്നെ കിട്ടിയിരിക്കണം. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര്, ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്ന ഇത്രയും കുട്ടികള്
9 കുട്ടികളുടെയും ഹോംവർക്ക് 8 മണിക്ക് മുന്നേ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾ ചെയ്തിട്ട് അവിടെ വെച്ചാൽ പോരാ, എനിക്ക് അയച്ചു തരണം. യൂട്യൂബ് ക്ലാസ് കാണുന്നവര് ഹോംവർക്ക് ചെയ്ത് സെൻഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ലേറ്റ് ആവാനുള്ള കാരണം പാരന്റ്സ് തന്നെ വോയിസ് ആയിട്ട് എനിക്ക് അറിയിക്കണം. കുട്ടികൾ ഒരിക്കലും വോയിസ് മെസ്സേജ് കാരണം കൊണ്ടാണ് അയക്കാൻ ലേറ്റ് ആയതെന്ന് പറയണ്ട. പാരന്റ്സ് തന്നെ വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, ബൈ.